നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മ്യൂസിക്കൽ ഫെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒത്തിരി പാട്ടുകളും പെർഫോമൻസുകളും കൂടെ കുറേ കുഞ്ഞു കഥകളും വലിയ കഥകളും ഒക്കെ വരാനിരിക്കുകയാണ്. അതിനൊക്കെ മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി and MJ അങ്കിൾ. വെൽക്കം. എന്തോ എപ്പോഴും ടോപ്പ് സിംഗർ തന്നെ ജീവിച്ചാൽ മതിയോ? പലപ്പോഴും പഠിക്കണ്ടേ? പിന്നെ എന്തോ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി തന്നെ. എന്താ ഇടയ്ക്ക് മറക്കും. പക്ഷേ ആ അതെ, എതിരായി. ഞാനിപ്പോ സെക്കൻഡ് ഇയർ. നിയമസഭയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് ഭയങ്കര സൂപ്പർ ആയിരുന്നു. അപ്പൊ ഷേക്സ്പിയറിനെ പറ്റിയൊക്കെ സംസാരിച്ചോ? അയ്യോ ഇല്ല, ഞാനായിരുന്നു പോയേ. ഇല്ലില്ല, അത് അവിടെ കുറെ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുമല്ലായിരുന്നോ. അപ്പൊ അവിടെ ചെന്ന് ഞാൻ നേരത്തെ ബാലരമംഗളം അല്ല, ഞാൻ അങ്ങനെ എനിക്ക് വായനാശീലം. എന്റെ അടുത്ത് ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇന്റർവ്യൂ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയും, മീനൂട്ടി ഒത്തിരി വായിക്കുന്ന ആളാണല്ലേ എന്ന്. പക്ഷെ ഞാൻ വായിക്കുന്ന ആളേ അല്ല. ഞാനിങ്ങനെ വായനാശീലം മനഃപൂർവ്വം ഉണ്ടാക്കാൻ നോക്കും. MJ അങ്കിൾ എനിക്കൊരു പുസ്തകം വാങ്ങി തന്നില്ലേ, അത് ഞാനിങ്ങനെ നിർബന്ധമായിട്ട് ഞാൻ ദിവസം ഇത്ര പേജ് വായിക്കണം. ഇത് അങ്ങനെ ഞാൻ ഇപ്പൊ കുറച്ച് വായിക്കും. അല്ല, കുറച്ച് പേജ് വായിക്കുന്നുണ്ട്. ഇത് തന്നെ ചുമ്മാ കള്ളം പറയുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഞാൻ വായിക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെ കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ കുറച്ച് പുസ്തകം മാത്രമേ വായിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതെന്തോ കുറേ ബുക്ക് സ്റ്റോൾ അല്ലേ, ഇങ്ങനെ ഇഷ്ടം പോലെ പുസ്തകങ്ങള്. അവിടെ നിന്ന് തന്നെ എനിക്ക് കുറെ പുസ്തകം ഗിഫ്റ്റ് കിട്ടി. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓ, ഇൻ ദ മീൻ ടൈം എന്ന് പറഞ്ഞാൽ അത് ആരെ പറ്റിയുള്ളതാണ്? ഇംഗ്ലീഷ് അറിയാവുന്ന കൂട്ടം. അതേസമയം അങ്ങനെ മീനിനെ പറ്റിയിട്ടായിരിക്കും. ആരെ പറ്റി? മീനിനെ പറ്റിയിട്ടായിരിക്കും. എങ്ങനെയുണ്ട്? സന്തോഷല്ലേ? ഞാൻ വിചാരിച്ചു സീരിയസ് കഷ്ടം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ തിയറിയുടെ പേരാണ് മീനോളജി. മീനോളജി. ഓ, ഇത് പുതിയതായി ഇപ്പൊ കോളേജിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഉണ്ട് മീനോളജി. ഓക്കെ, സന്തോഷായില്ലേ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അടുത്ത പാട്ടിന്റെ ഗ്യാപ്പിൽ ചോദ്യം ചോദിക്കാം. ഓക്കെ, ആ ശീലം നമുക്ക് കുറച്ച് കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. പണ്ട് അതൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് മറന്നുപോയി. അപ്പൊ ഇപ്പം ചോദ്യത്തിന് മുന്നേ നമുക്കൊരു പാട്ട് കേട്ടാലോ? ആരാ വരാൻ പോകുന്നതെന്ന് അറിയാവോ? നമ്മുടെ മൈഥിലി കുട്ടിയാണ്. പക്ഷെ മൈഥിലി കുട്ടി അങ്ങനെ എന്നും വരുന്ന പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടാ ഇന്ന് വരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഉടുപ്പിൽ നമ്മൾ മൈഥിലി കുട്ടിയെ വളരെ കുറച്ചായിരിക്കും കാണാൻ. മീനുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം മൈഥിലി കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് മീൻ പാട്ടാണെന്ന്. മീൻ പാട്ടുണ്ട് ഇതില്. പാട്ടിൽ മീനുണ്ടോ? പാട്ടിലില്ല, പക്ഷെ ബന്ധമുണ്ട് മീനായിട്ട്. സിനിമയിൽ മീനുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഏതോ വള്ളപ്പാട്ടാണോ? സിനിമയുടെ പേരിനും അത് ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആരുടെ പേരായിട്ട്? ഒരു മീനുമായിട്ട് മീനുമായിട്ട് ബന്ധമുണ്ട്. അതെന്തായിരിക്കും? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതെ, ഒരു വളരെയധികം ഗ്രാം ഭംഗിയുള്ള പാട്ടാണ്. അതെ. ആണോ? അപ്പൊ ഏത് പാട്ടായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ ക്യാപ്റ്റൻ. വാട്ട് ഈസ് ദിസ്? ആര്യ ചേച്ചിയാണ് ലീഡറാണത്രേ. എന്തൊരവസ്ഥ, ഇത്രയും ടഫായിട്ട് ടീംമേറ്റ്സുമായിട്ട് അടി കൂടാറില്ല ഗൈസ്, ക്ഷമിച്ചു കൊടുക്കും. മധു ചീനവല അതായിരിക്കും അല്ലേ? പാട്ടാണോ? ഓക്കേ, ഇത് റെട്രോ ആണല്ലേ? റെട്രോ റൗണ്ട് ആണ്. ഈ റെട്രോ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? അത് ഈ 60 തൊട്ട് 80 വരെയുള്ള ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾ. അതാണ് റെട്രോ എന്ന് പറയുന്നത് അല്ലേ? അത് നമ്മുടെ റൗണ്ടിനെ പറ്റി റൗണ്ടിനെ പറ്റി. റൗണ്ട് അങ്ങനെ ആയതാണ്. റെട്രോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മീനിങ് അതെനിക്ക് അറിയില്ല. എന്താ വെച്ചാ റെട്രോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിന്റെ അർത്ഥം പിന്നിലേക്ക്. അതെ. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് പറയും, ഇതാ പിന്നെ ഇംഗ്ലീഷ് ആണ്. എന്നെ നോക്കണ്ട അതിന്. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ പിന്നിലേക്ക് നോക്കുക. പാസ്റ്റ്. ഈ പാസ്റ്റിലുള്ള നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീതത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് എന്ത്? അപ്പൊ ബാക്കി ഡീറ്റെയിൽസ്. സിനിമ ചീനവല, വർഷം 1975, പിന്നെ സംഗീതം MK അർജുനൻ സാറ്, എഴുതിയത് വയലാർ രാമവർമ്മ സാറ്, പിന്നെ പാടിയത് സുശീലമ്മ. ഇപ്പൊ ആരാ പാടാൻ പോകുന്നത്? മൈഥിലി ടീച്ചർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മൈഥിലി കുട്ടി. താങ്ക് യു. നന്നായി പാടണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെറുതെ നിർത്തല്ലേ, ഭയങ്കര രസമുണ്ട്. Very good. അതെ, അതെ. തിരക്കിട്ടതാ തിരക്കിട്ടതാ ഇങ്ങനെ ഒരു വള്ളം തുഴഞ്ഞു പോകുന്ന പോലെ ഉണ്ടല്ലേ. അപ്പൊ വള്ളം എങ്ങനെയാ തുഴയുന്നത്? അത് കണ്ടില്ലല്ലോ. ഞാൻ തുടങ്ങില്ല. തുഴയാതെ ഇങ്ങനെ വള്ളം മുന്നോട്ട് പോകും. അവിടെ ഇരുന്നോളം തൽക്കാലം. അവിടെ ഇരുന്നോട്ടെ, വെള്ളം തുഴയേണ്ടാന്ന് തോണ്ടാന്ന്. ഇത്ര നേരം പിന്നെ പാടിയെന്താ? ഇത്ര നേരം പാടിയത് അരയത്തിയുടെ കാര്യം. എനിക്കിവിടെ സ്റ്റേജ് ഒന്നും കാണാൻ പറ്റില്ല, എനിക്കിവിടെ കായല കാണാൻ പറ്റിയ. വെള്ളം ഇല്ലേ? ആ ഇതാ കായലാണ്, കായല്. ഇതാ ബൈനോക്കുലർ നോക്കിക്കോ. കണ്ടില്ലേ കായൽ, കണ്ടില്ലേ? സ്റ്റേജ് സൂക്ഷിക്കണം, മീനുട്ടി സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. മീനുട്ടി എങ്ങനെയാണ് വള്ളം തുഴയുക? ഇങ്ങനെ ഇങ്ങനെ അല്ല, കയ്യില് സാധനം വേണം, ഇങ്ങനെ വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല. ആദ്യം ലെഫ്റ്റ് പിന്നെ റൈറ്റ്, അങ്ങനെയല്ലേ? ഞാൻ പ്രോ അല്ല, ഇതല്ലോ കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഇടയ്ക്കെങ്കിലും ഒന്ന് തുഴഞ്ഞു കാണിക്കുന്നു. അല്ല അത് വേണ്ടേ? നമ്മുടെ ബീജത്തിലൊന്ന് തുഴഞ്ഞാലോ? മധു, നമുക്കും തുഴയാം, എല്ലാവർക്കും തുഴയാം. ഓക്കെ. അല്ലേ ഇപ്പൊ മുങ്ങി പോകും നമ്മള്. ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടെ തുഴഞ്ഞോളൂ. എന്ത് രസല്ലേ, അതെ. എന്ത് ഈസിയാണല്ലേ? സ്പീഡിലാ പോകുന്നത്. തുഴയാൻ നോക്കുമ്പോഴാണ് പണി കിട്ടുന്നത് അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു കാലത്തിന്റെ ഒരു പാട്ടാണിത് അല്ലേ? വളരെ അടുത്ത് ഷൂട്ട് ചെയ്ത ഒരു പാട്ടാണ് കേട്ടോ. അതെ അതെ, 1974. 1974. ഈ പ്രദേശത്തിന്റെ അടുത്ത് എവിടെയോ ഷൂട്ട് ചെയ്ത പാട്ടാണ്. അടുത്തെന്ന് വിചാരിച്ചപ്പോ അതല്ലേ വിചാരിച്ചേ. 74 എന്നൊക്കെ പറഞ്ഞ ഇന്നലെ പോലെ അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നത് ചേർത്തല ആ ഭാഗത്ത് കണ്ടോ ഷൂട്ട് ചെയ്ത. 75 അല്ലേ? 74 ഷൂട്ട് ചെയ്തല്ല 75 കാണിക്കാം. അങ്ങനെ ഓ ബ്രില്യന്റ്. അല്ല 75 ജനുവരി ആണെങ്കിലോ ഓ അതവിടെ പോയി ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഒരു ഗ്രാമത്തിന്റെ പുഞ്ചിരിയുള്ള പാട്ടാണല്ലേ അത്? കുഞ്ഞിന്റെ മുഖത്ത് ആ പുഞ്ചിരി വന്നിരുന്നു, ആ ഒരു സ്മൈലില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരുമ്പോ പാട്ടിലും ഉള്ളില് ഒരു പുഞ്ചിരി ഉണ്ടാവും. അതാണ് ഈ പാട്ട് ഇന്ന് പാടിയതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനൊരു നല്ല കൈഡി. മോളെപ്പോഴും ഭയങ്കര പ്ലസന്റ് ആണ്, അതെനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല അനീതിമാർക്ക് അമ്മയെ പോലെ തന്നെയാണ്, ഒരു കുഞ്ഞമ്മ ആണ്. കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനീതി എന്നുള്ള അർത്ഥമല്ല, കുഞ്ഞ് അമ്മ, ചേച്ചിയമ്മ. ആ ചേച്ചിയമ്മ, കറക്റ്റ്. അപ്പൊ അത് കാണാൻ പറ്റും ഓരോ പാട്ട് കുഞ്ഞു പാടുമ്പോഴും. ചില ഇടങ്ങളൊക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. അമ്പല നടയിൽ പോയില്ലേ, അത് സൂപ്പർ ആയിരുന്നു ഇല്ലേ മധു? അതെ അതെ. പല ഇടങ്ങളും പ്രത്യേകിച്ച് അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ചില ഭാഗങ്ങൾ. അനുപല്ലവിയും ചരണമൊക്കെ കിടിക്കേട്ടോ. പിന്നെന്താ വെച്ചാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പാടാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ എവിടെയും ഒതുക്കണ്ട. പുഞ്ചിരി നമ്മൾ ഒതുക്കാറുണ്ടോ? ഇല്ല അല്ലേ? ചിരിക്കുമ്പോ അങ്ങോട്ട് മുഴുവനായിട്ടാണ് അല്ലേ? പൂർണ്ണ ചന്ദ്രിക പോലെയാണ് ചിരി വരേണ്ടത് അല്ലേ? അപ്പൊ ആ രീതിയിലായിരിക്കും. അപ്പൊ പൂന്തുറയിൽ അരയന്റെ പൊന്നരയെത്തി എന്ന് പാടുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള വരികളുണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പാടാമോ? സുശീലാമ്മ പറഞ്ഞ പോലെ തന്നെ ആണ്. അത് സുശീലാമ്മ. എന്നിട്ട് അത് പാലിങ്ങനെ ലയിച്ചു കേട്ടോ, അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെയാണ് എനിക്ക് പുഞ്ചിരി ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ ചൂട് നല്ല തണുപ്പായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ ചൂട് കൊണ്ടുവരുന്ന ഒരു സംഗതിയുടെ ഒരു തണുപ്പുണ്ട്, അത് മ്യൂസിക്കിൽ ഭയങ്കര രസമാണ്. നമ്മുടെ ഉള്ളില് കുളിര് കോരുന്ന ഒരു ചൂടാണത്, അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ പല്ലവിയിൽ പുഞ്ചിരിക്ക് എന്തോ പറ്റിയില്ലേ? ഞാൻ അങ്ങനെ നോക്കിയില്ല. ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധ പോയതാണോ? ശ്രദ്ധ പോയതായിരിക്കും അല്ലേ? അവിടെ പുഞ്ചിരിക്ക് എന്തോ ഒരു, മധുവിന് അങ്ങനെ തോന്നിയില്ലേ?
എനിക്ക് പൊതുവെ എല്ലാ പുഞ്ചിരിയിലും പ്രശ്നം തോന്നി. പുഞ്ചിരിയോട് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ. ഒരു ദേഷ്യമുള്ള പോലെ. അതെ, ഫസ്റ്റ് പല്ലവിയിലെ പുഞ്ചിരി പലതും കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ MJ പറഞ്ഞ പോലെ അനുപല്ലവിയുടെയും ചരണത്തിന്റെയും പല ഭാഗങ്ങളും വളരെ വളരെ മനോഹരമായിട്ട് പാടി. നല്ല ഉഗ്രം വോയിസ് ആയതുകൊണ്ട് അത് കുറച്ചും കൂടി കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ സുശീലാമ്മ പാടുന്ന പോലെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്ങാണ്ടും ഒരു കഴിഞ്ഞിട്ടൊരു ശ്വാസം നാണത്തിന് മുമ്പ് ഒരു കട്ട് ചെയ്തല്ലേ? അത് ഒരുമിച്ച് വന്നാൽ നല്ലായിരുന്നു. പിന്നെ ഉറക്ക കഴിഞ്ഞിട്ടൊരു കട്ട് ചെയ്തില്ലേ? അതും ഒരുമിച്ച് വന്ന് ഉറക്കച്ചടവ് ഒരുമിച്ച് വന്നാൽ നല്ലായിരുന്നു കേട്ടോ. ആ കാലത്തും ഫുൾ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട്. അതെ അതെ, അപ്പൊ അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അനുപല്ലവിയും ചരണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ പാടുന്നുണ്ടെങ്കിൽ ഈ പാട്ട് ഫുള്ളായിട്ട് വളരെ മനോഹരമായിട്ട് പാടാൻ പറ്റും നമ്മുടെ മൈഥിലിക്കുട്ടിക്ക്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മൈഥിലിക്കുട്ടിയുടെ വോയിസ് മെച്യൂറായി വരുന്നത് കേൾക്കാനുണ്ട്. മുന്നേ ഉള്ള പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ എന്താ പറയാ, കുറച്ചുകൂടെ കൺട്രോൾ വന്ന് തുടങ്ങുന്നത് കേൾക്കാനുണ്ട്. ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ. നല്ല പ്രോഗ്രസ് ആണ് കേട്ടോ. നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന മനസ്സിലാവാനുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചരണമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ. ചരണത്തിന്റെ ആ തുടങ്ങി വന്നപ്പോൾ ആ കായലിൻ ചെറിയ ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ആ ബ്രെത്ത് കിട്ടാഞ്ഞത്. വേറെ കാര്യമായിട്ടൊന്നുമില്ലടാ. നല്ല വോയിസ് നല്ല കൺട്രോളിലേക്ക് ആയി വരുന്നുണ്ട്. ഇനി ആ ഫീലിന്റെ കാര്യം കൂടെ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെറ്റ്. ഓൾ ദി ബെസ്റ്റ്. എന്തോ ഈ സിനിമയുടെ പേര് ചീനവല എന്നാണ്. എന്താണ് ഈ ചീനവല? മീൻ പിടിക്കുന്ന വലയല്ലേ? മീൻ പിടിക്കുന്ന വലയാണ് ചീനവല. നമ്മുടെ ഇതിലുണ്ടായിരുന്നല്ലോ 12K വിസ്താരയിലുണ്ടായിരുന്നു ചീനവല. ഫിഷിംഗ് നെറ്റ്, ചൈനീസ് ഫിഷിംഗ് നെറ്റ്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കാണാതെ എങ്ങനെ ഇരിക്കും? കൊച്ചിയിലല്ലേ? ഫോട്ടോ കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്. ഫോട്ടോ കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു സെങ് എന്ന് പറയുന്ന ഒരു ട്രാവലറാണ് ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ അങ്ങോട്ട് പറഞ്ഞു തരുന്നു. ഇതേ സിനിമയിൽ തന്നെയാണ് തളിർ വലയോ താമര വലയോ താലിപ്പൊൻ വലയോ. മധു ഒന്ന് പാടിത്തരൂ. തളിർ വലയോ താമരവലയോ താലിപ്പൊൻ വലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ തളിർവലയോ താമരവലയോ താലിപ്പൊൻ വലയോ. കണ്ടോ, മധുവിനെ പോലെ നമുക്ക് പാട്ട് പാടി വലയിൽ വീഴ്ത്തണം. അപ്പൊ ഇന്ന് മൈത്രിയുടെ പാട്ട് നമ്മളെ വലയിൽ വീഴ്ത്തിയോ? ആയിരിക്കും. ഇവിടെ എങ്ങനെ കേട്ടതിന് ശേഷേ പലപ്പോഴും നമ്മള് വീട്ടിൽ പോയി സംസാരിക്കും. അല്ല, അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. മൈഥിലി കുഞ്ഞെ, ഇന്ന് എത്ര മാർക്ക് ആയിരിക്കും? 97.75 എനിക്കറിഞ്ഞൂടാ, എനിക്കിങ്ങനെ അറിയാം. മൈഥിലിക്കുട്ടി, എന്തോ your score is 97 out of 100 today. മൈഥിലിക്കുട്ടി, നമ്മൾ പറഞ്ഞതിനോട് ഏകദേശം ഒക്കെ അടുത്ത് വന്നു. ഏകദേശം അല്ല, അത്യാവശ്യം നന്നായിട്ട് അടുത്ത് വന്നു. ഒരു പോയിന്റിന്റെ വ്യത്യാസം. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ 97 അല്ല, ഇതിന് മുകളിലോട്ട് പ്ലാൻ ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. എന്നെ വിളിക്കാൻ പോവല്ലേ? ഉറപ്പായിട്ടും അതെ. ഞാൻ വേറെ ആരെ വിളിക്കും ഈ റൗണ്ടിന്? കാരണം ഈ റൗണ്ട് വരുമ്പോ ഇത്രയധികം തുള്ളിക്കളിക്കുന്ന ഒരു കുഞ്ഞുപുഴുവിനെ നമുക്ക് വേറെ കാണാൻ പറ്റില്ല. സെലിബ്രേഷൻ അതെ, ഒരു സെലിബ്രേഷൻ റൗണ്ട് ആണ് വരാൻ പോകുന്നത്. സെലിബ്രേഷൻ റൗണ്ടുമായിട്ട് എത്തുന്നത് ആരാണ്? ഒരു ഡീസന്റ് പാർട്ടിയാണ്. നമ്മുടെ സാരംകുട്ടൻ എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. സ്റ്റൈലിഷ് ബോയ് സാരംഗ് സർ, വെൽക്കം. ഹായ് സാരംഗ്. ഹായ് സർ. ഹായ്. സുഖാണോ? സുഖാണ്. സെലിബ്രേറ്റ് ചെയ്യാൻ റെഡിയാണോ?
ആ. ഞാൻ ഇങ്ങനെ പാട്ട് കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുക ഞാൻ. ആര്യ ചേച്ചിക്കാണ് ഈ റൗണ്ട് ഏറ്റവും ഇഷ്ടം, നിനക്ക് അറിഞ്ഞൂടെ? അറിയാം. എന്നെ ഡാൻസ് കളിപ്പിക്കണേ. ആ. ഇല്ലേ, ഉറപ്പല്ലേ? ആ. ആ. എന്താണ് ഒരു സംശയം? സംശയം അതിന് വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ആ. സാരംകുട്ടാ, എന്തോ സാർ? എന്താ വിശേഷങ്ങള്? വിശേഷമായിട്ട് അങ്ങനെ ഒന്നുമില്ല, നല്ല വിശേഷം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? ഏകാന്ത ചന്ദ്രിക. ആഹാ. യെസ്. ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട, വേ പാടിക്കോ. എന്നാലും പറഞ്ഞേക്ക് അല്ലേ? വേഗം പറഞ്ഞു. സാരംകുട്ടാ, എന്തോ സാർ? ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ പാട്ടല്ലേ? അതെ. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണ്? അഭിനവ് എന്ന് പറയും. ആ. അപ്പോ ഞാൻ 1-ാം ക്ലാസ് തൊട്ട് ഇപ്പൊ എത്തി നിൽക്കുന്ന, ഇപ്പൊ ഞാൻ 10-ാം ക്ലാസ് വരെ അവൻ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേങ്കിൽ 9-ാം ക്ലാസ് മുതൽ അവൻ ഡിവിഷൻ മാറിയെങ്കിലും എല്ലാ ദിവസവും നമ്മൾ കാണാറുണ്ട്. സ്കൂളിൽ വേറെ എന്താ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് മ്യൂസിക് ബാൻഡിന്റെ ഒക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ അവനാണ് എനിക്ക് കുറെ സഹായമൊക്കെ ചെയ്തുതരാം. അപ്പോൾ സാറ് വിളിക്കാൻ പറയും, സാറിങ്ങനെ വിളിക്കുക. അപ്പോൾ അവന് ഒരു നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ എനിക്ക് ക്ലാസ് ഒരു എന്തെങ്കിലും ലീവ് ആയാല് എനിക്ക് നോട്ട്സ് ഒക്കെ എഴുത്ത് റെഡിയാക്കി തരും. ആ. അതല്ലേ പറയാൻ വന്നേ? അതെ. അതെ. മധുര അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്? എനിക്കുണ്ട്. എനിക്കുണ്ടായിരുന്നു. 1 തൊട്ട് 10 വരെ യെസ്. ഇപ്പോഴും കോണ്ടാക്ട്? യെസ്. ഇപ്പോഴും ഉണ്ട്. ആരാണ്? അഞ്ജന. പത്മരാജ് ഉണ്ട്, സുദീപ് ഉണ്ട്. സുദീപ്. ആ, അഞ്ജന, അമൃത പ്രകാശ്, കുറെ അമൃത പേരുണ്ട്. യെസ്. പ്രകാശ്. ഒരു LKG മുതൽ +2 വരെ ഒരുമിച്ചിട്ട്. അതുപോലെ എനിക്കുണ്ട് ബി ബിജുകുമാർ എന്ന് പറയും. ആ. കണക്ക് സാറാണ്. തിരുവനന്തപുരത്തൊക്കെ അത്ര അധികം അറിയപ്പെടുന്ന ഒരു സാറാണ്. ആ. ബിജു സാർ എന്ന് എല്ലാവരും പറയും. ഉം. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവരും മീനൂട്ടി ഇരിക്കണ്ട. ഓ, ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കില്ല, അതുകൊണ്ട് എന്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. കുറച്ചുകൂടെ വലുതായിട്ട് ഞാനിത് ഓർത്ത് പറയുന്നുണ്ട്. അപ്പൊ ഏകാന്ത ചന്ദ്രിക അങ്ങനെ ഒരു പാട്ടാണ്. ഒരു 4 പേരുടെ ഫ്രണ്ട്സിന്റെ സോങ് ആണ്, സിനിമയാണ്, അവരുടെ രസങ്ങളാണ്, അവരുടെ ഉല്ലാസങ്ങളാണ്, അവര് പോകുന്ന അഡ്വഞ്ചേഴ്സ് ആണ്, അതിന്റെ കൂടെ അവരുടെ ഇമോഷൻസ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. യെസ്. സിനിമ ഏതാണ്? Yes. ഇൻ ഹരിഹർ നഗർ. യെസ്. യെസ്. Yes. ഗംഭീര സിനിമയാണ്, അതെ. ഐക്കോണിക് ഫിലിമാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ്? ലിറിക്സ് ബിച്ചു തിരുമല സാർ, ഉം. മ്യൂസിക് S ബാലകൃഷ്ണൻ സാർ, പിന്നെ പാടിയത് MG ശ്രീകുമാർ സാറും ഉണ്ണിമേനോൻ സാറും. പിന്നെ വർഷം? വർഷം 1990. വെരി ഗുഡ്. യെസ്. മിടുക്കൻ. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയാലോ? ഓ, തുടങ്ങാം. All ഓൾ ദി ബെസ്റ്റ്. All the താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കുളിരിനോ കൂട്ടിനോ എൻ്റെ കരളിലെ പാട്ടിനോ
സൂപ്പർ കലക്കി. സാരംകുട്ടാ, എന്തോ സാർ. സബാഷ്, താങ്ക് യു സാർ. നന്നായിട്ട് പാടിയടാ. ഓക്കെ, താങ്ക് യു സാർ. ഈ പാട്ട് ഒരു നൊസ്റ്റു പാട്ടാണ്. അതെ. എത്ര വർഷം കഴിഞ്ഞാലും അത് മാജിക്കൽ തന്നെയാണ്. അതെ സാർ. ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും. ആ. അങ്ങനത്തെ ഒരു പാട്ടാണ് ഏകാന്ത ചന്ദ്രിക എന്നുള്ളത്. മോൻ പാടുമ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകാന്ത ചന്ദ്രികയല്ലേ, ഓ. അത് മോന് ആ മേളിലുള്ള ഗാ കിട്ടാനായിട്ട് കുറച്ചൊരു സ്ട്രെയിൻ ഉണ്ടാവും. ചെറുതായിട്ട് ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ ഒരു പിച്ചൊന്ന് കുറച്ച് നോക്കി കഴിഞ്ഞാൽ നന്നാവൂലേ, ഓക്കെ. ബെറ്റർ ആവുന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ സാർ. കാരണം കൂടുതൽ താഴോട്ട് പോകുന്നില്ലല്ലോ. ഇല്ല. ഇപ്പൊ ഒറിജിനലാണോ പാടിയത്? അതെ അതെ സാർ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ, അത് അങ്ങനെ പാടും. കുളിരിനോ കൂട്ടിനോ. അപ്പൊ ബേസ് കിട്ടണില്ല. അപ്പൊ ഒരു സെമിറ്റോൺ കുറച്ച് കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഓക്കെ. അപ്പൊ ഏകാന്ത ചന്ദ്രിക പാടും. ഏകാന്ത ചന്ദ്രികേ. ഇത്രയും സ്ട്രെയിൻ ചെയ്യാതെ പാടാൻ പറ്റുമോ അത്? ഏകാന്ത ചന്ദ്രികേ. കുറച്ചുകൂടെ ഹെഡ് വോയിസ് ഉപയോഗിക്കണം. ഏകാന്ത ചന്ദ്രികേ. നേരത്തെ പിച്ചൊന്ന് ഇടാമോ? ആദ്യത്തെ പിച്ച്. ഏകാന്ത ചന്ദ്രികേ. അവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഇപ്പോൾ മോന്റെ ശബ്ദത്തിന്റെ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്ന ഒരു സമയത്തിലേക്കാണ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഇസ് നാച്ചുറൽ. ഓക്കെ സാർ. അത് സാരമില്ല. എന്നാലും അത് അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും അവിടെ എത്തിക്കണം എന്നുള്ള ആശി. ദൃഢമായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലേ? ഡിറ്റർമിനേഷൻ. അതെ. അതാണ് നിശ്ചയം. അത്. യെസ്. താങ്ക് യു സാർ. പിന്നെ എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടത്, ഓ. ആ മേളിൽ ഇതൊക്കെ പാടിയിട്ട് കുളിരിനോ കൂട്ടിനോ അത് വളരെ സോഫ്റ്റ് ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ. അത് വളരെ രസമുണ്ടായിരുന്നു. കാരണം ഈ പാട്ടിന്റെ തീം തന്നെ അതാണ്, അതെ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ കരളിലെ പാട്ടിനോ എന്നുള്ളതാണ്. പിന്നെ പാലൊത്ത ചേലൊത്ത രാവാട അണിയുന്നു, അതിന്റെ നോട്ട്സ് ചെയ്തായിരുന്നു. പാലൊത്ത ചേലൊത്ത രാവാട. അതിന്റെ നോട്ട് എന്ന് പറയുന്നത് നീ സാ നീ ദ നീ പാ മദാ പ മഗരി സാ. പാലൊത്ത ചേലൊത്ത ചേലൊത്ത. ചേലൊത്ത അതെ. ചേലൊത്ത രാവാട. അത് പഠിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ആയിപ്പോയി. പാലൊത്ത ചേലൊത്ത രാവാട ചേലൊത്ത. അങ്ങനെ പറയണ്ട കേട്ടോ. ചേലൊത്ത. ആ പാവ വരുമ്പോഴാണ് അതിന് രസം. ഓക്കെ സാർ. ആ പാ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രസം പോയി. ഓക്കെ. അതാണ് അത്തരം അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമുക്ക് കുറച്ചും കൂടെ കൊടുക്കാം ഓക്കെ. കേട്ടോ. ഓക്കെ. മീനോട്ടാ, എന്തോ ഇത് സംബന്ധിച്ച് ബിച്ചു സാർ പറഞ്ഞ ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ആ. ഈ പാട്ട് എങ്ങനെ അദ്ദേഹം എഴുതി എന്നുള്ളത്. അദ്ദേഹം പണ്ട് ചെങ്ങന്നൂരിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവിടെ അപ്പുറത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ബിച്ചു സാറ് കരുതിയത് അനീത്തിക്കുട്ടി എന്നാ. ഇതാ ഇവിടെ ഒരു അനീത്തിക്കുട്ടി പോലെ, അങ്ങനെ ഒരു അനീത്തിക്കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഈ അനീത്തിക്കുട്ടിയും ബിച്ചു സാറും എപ്പോഴും സംസാരിക്കും. അപ്പൊ അവര് തമ്മിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു ബന്ധം ഉണ്ടായി ആ അനീത്തിയായിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ബിച്ചു മാമ എന്ന് വിളിക്കും സാറിനെ. ബസ്സിൽ തിരിച്ച് വൈകിട്ട് വരുന്ന സമയത്ത് ഈ കുഞ്ഞ് കാത്തിരുന്നിട്ട് ബിച്ചു മാമന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വൈകിട്ട് ബിച്ചു മാമനെയും കാത്ത് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ബസ് വരുന്നതും പെട്ടെന്ന് അറിയാതെ മുന്നോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തു. ആ ബസ് വന്ന് ഇടിച്ചൊരു അപകടം ഉണ്ടായി. അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ ആ കുഞ്ഞു പോയി. അപ്പോൾ ഇത് ബിച്ചു സാറിന് ഒരുപാട് വിഷമമുണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും ആ കുഞ്ഞ് അനിയത്തിയെപ്പറ്റി അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്തോളം അങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, അതായത് ഈ മരിച്ചവരൊക്കെ നക്ഷത്രങ്ങളായിട്ട് പിന്നെ വരും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ നക്ഷത്രമായിട്ട് വരുമ്പോൾ അവൾ ഒരു ഏകാന്ത ചന്ദ്രികയല്ലേ എന്ന്. അങ്ങനെയാണ് ഈ പാട്ടിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചന, ഈ ഏകാന്ത ചന്ദ്രിക എന്നുള്ള ആ ഒരു രചനയിലേക്ക് അഴകിനൊരു ആമുഖമായ ഭാവം എന്ന് പറയുന്നത്, അഴകിന്റെ ആമുഖം എന്ന് പറയുന്നത് ആ കുഞ്ഞാണ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ സിറ്റുവേഷന് വേണ്ടിയിട്ട് കുറെ പ്രണയത്തിന്റെ എലിമെന്റ്സും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. ഓരോ ക്രിയേഷനും, ഒരു കാലത്തിനും അപ്പുറം നിൽക്കുന്ന ഓരോ ക്രിയേഷൻ്റെയും പിന്നിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ, ജീവിത മുഹൂർത്തങ്ങൾ, ഒരു AI-ക്കും സ്വാംശീകരിക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ജീവിതം തന്നെ കല എന്ന് പല ആൾക്കാരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടോ സാരംകൂട്ട? ഓക്കെ സാർ. അപ്പൊ അങ്ങനെ
ഓരോ പാട്ടെന്ന് പറയുന്നത് ഒരു ലൈഫാണ്, ടു ബി ലിവ്ഡ്. ഓക്കെ സാർ. അങ്ങനെയാണ്, അതുപോലെയാണ്. അപ്പോൾ ആ ജീവിതത്തിലേക്ക് നമ്മളൊരു 5 മിനിറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ അത് അനുഭവമായിട്ട് മാറുമ്പോഴാണ് പാട്ട് നമ്മൾ പാടിയതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നത്, അവരുടെ കണ്ണുകളും നിറയുന്നത്. ആ കേട്ടോ? ഓക്കെ സാർ. ഓക്കെ, ഓക്കെ സാർ. ദാറ്റ്സ് ഓൾ. സാരംകുട്ട എന്തോ സാർ? അടിപൊളിയായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ആ മുകളിലത്തെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു, ആ ഹൈ പിച്ച് ഏകാന്ത ചന്ദ്രിക പാടുമ്പോൾ. പിന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ചരണം വളരെ ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയിൽ മാത്രം അഴകിനൊരു ആമുഖമായ ഭാവം അതിലാരും അലിയുന്നൊരു ഇന്ദ്രജാലം, അതിൽ ഫസ്റ്റ് ടൈമിൽ അതിലാരും അലിയുന്നൊരു ഇന്ദ്രജാലം കുറച്ച് ഫ്ലാറ്റായി. രണ്ടാമത് പാടിയപ്പോൾ അഴകിനൊരു ആമുഖമായ ഭാവം ഫ്ലാറ്റായി, ചെറുതായിട്ട്, മൈന്യൂട്ടായിട്ട്. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. നേരത്തെ പറഞ്ഞ ആ ദൃഢവിശ്വാസം, അത് വളരെ നല്ലതാണ്. താങ്ക് യു. എത്തിക്കണം എന്നുള്ളൊരു വാശിയില മോൾ ഹൈ പിച്ച് എത്തിച്ചല്ലോ, അല്ലേ? അതെ സാർ. മിടുക്കനാണ്. താങ്ക് യു. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ ഇതിൽ ഞാനാ പാടിയത് ഈ പാട്ട്. ഞാനും ശ്രീകുട്ടൻ ചേട്ടനും അഫ്സലും അനിത അങ്ങനെ എല്ലാവരും ചേർന്നാണ് പാടിയത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇത് ടോപ്പ് സിംഗറിന്റെ പാട്ട് കൂടെ അല്ല, ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്വം ആക്ച്വലി അപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ചരണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഈ സ്ട്രെയിൻ ഉള്ള സമയത്ത് അതിനെ തരണം ചെയ്യാനുള്ള രീതിയിൽ അത് ശ്രുതിയൊക്കെ ശ്രദ്ധിച്ചിട്ട് ബേസും ഹൈ പിച്ചും കിട്ടുന്ന വളരെ കംഫർട്ടബിളായിട്ട് പാടാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു പാട്ട് സെലക്ട് ചെയ്യണം, ഇവിടെ വന്ന് പാടണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ പ്രാക്ടീസ് ചെയ്യുക, ഹൈ പിച്ച് കിട്ടാനായിട്ട് വേണ്ടി അത് സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ, അതിനെ തരണം ചെയ്യാനുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ, ഗോഡ് ബ്ലസ് യു. സാരംകുട്ട, എന്തോ എനിക്കിന്ന് തോന്നിയ ഒരു കാര്യം പറയട്ടെ. സാരംഗിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി എനിക്ക് ഈ പാട്ടിൽ കേൾക്കാൻ പറ്റി. അത് പ്രൊനൗൺസിയേഷനിലുണ്ടായിരുന്നു. ആ ഓരോ വാക്കും പറയുന്ന രീതിയിൽ, ശബ്ദത്തില് സാരംഗിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി എനിക്ക് എവിടെയോ കേൾക്കാൻ പറ്റി. അതാണ് എനിക്ക് ഇന്നത്തെ ബെസ്റ്റ് പാർട്ട് ഓഫ് ദി സോങ് ആയിട്ട് തോന്നിയത് കേട്ടോ. ബെസ്റ്റ് പാർട്ട് ഓഫ് ദി സോങ്. കീപ് ഇറ്റ് അപ്പ്, ഓൾ ദി ബെസ്റ്റ്. ബാക്കിയൊക്കെ മധുചേട്ടനും എം ജെ സാറും പറഞ്ഞ ചെറിയ 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 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് മെയിനായിട്ട് ഇതാണ് തോന്നിയത്. കാരണം ഓരോ വാക്കും ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് സാരംഗിനെ കേൾക്കാം എനിക്ക്. അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു സാധനം വരാൻ വേണ്ടി. യു ഹാവ് ഇറ്റ് ഓൾസോ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാരംകുട്ടാ, എന്തോ സാർ? ഇന്ന് 98.5 100. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ എത്ര മേടിക്കണം? ഒരു 100 അല്ലേ 99? വാങ്ങിക്കുന്നു വിചാരിക്കും. 100. അതെ. ഓൾ ദി ബെസ്റ്റ്. മധുമക്കൾ, ഇനി വരാൻ പോകുന്നത് ഒരു ചെറിയ വലിയ ആളാണ്. ഇത്ര പോകുന്ന ഒരാളാണ്, പക്ഷെ അങ്ങ് വർത്താനത്തോട് വർത്താനം പറയുന്ന ഒരു പെൺപുലിയാണ് എത്താൻ പോകുന്നത്. അതെ, ആരായിരിക്കും അത്? നിറയെ ധനമുള്ള ഒരാളാണ്. ഞാൻ പറയാം. ആ ഗുഡുഗുഡൂന്ന് വരുന്ന കാണുമ്പോ പേടിയാവും. നല്ല ഉടുപ്പ് കേട്ടോ. ആണോ? തുന്നലിൽ ഇങ്ങനെ തച്ചാണ്. ഓ, അങ്ങനെയാണല്ലേ. ആ മാല ആര് തന്നാ? മാല തുന്നാൻ പറ്റില്ല. മാല തുന്നാൻ പറ്റിയില്ല. തുന്നാൻ പറ്റിയില്ലേ? പറ്റില്ല. അപ്പൊ ഈ മാല എവിടെ നിന്ന് കിട്ടി? മാല വാങ്ങിയത്. കൊള്ളാലോ. അതെ, ഞാൻ തുന്നലിന്റെ കഥ പറഞ്ഞപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ നമ്മൾ കുസൃതി ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണേ. ഞാൻ ഇത് കുറെ ഗവേഷണങ്ങൾക്കൊടുവിൽ ബാബുസ്വാമിയുമായിട്ടുള്ള ഡിസ്കഷനൊടുവിൽ എനിക്ക് കിട്ടിയ ഒരു ചോദ്യമാണിത്. ബാബുസ്വാമിയുടെ പേര് ഇതെന്തിനാ? ഇത് പറ്റിയോ? ഏത്? എങ്ങനെ? എല്ലാരും ആക്കിക്കോ. ഇങ്ങനെ എടുത്തു. നോക്കി തൊട്ടു. അയ്യോ, എം ജെ ഞങ്ങള് തെറ്റ് ചെയ്തു. എം ജെ ഞങ്ങള് ചെയ്തത് ശരിയല്ലേ? പ്രതീക്ഷിച്ചില്ല. ചെറിയ ചീറ്റ് ചെയ്തു. കഷ്ടം. ഇത്രയും കള്ളത്തിലുള്ള ഒരു മനുഷ്യൻ പ്രതീക്ഷിച്ചില്ല അവള്. മീനുട്ടി,
എന്തോ ചോദിക്കട്ടെ ചോദ്യം ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ തയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ തയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറി ഉള്ളത്. അതായത് ഈ സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കഥയുള്ളത് അവരുടെ അടുത്താണ്. എന്തുകൊണ്ടാണ്? എനിക്ക് തന്നെ അതിന്റെ ഉത്തരവാദിത്തം ചിരി വരുന്നുണ്ട്. ത്രെഡ് ഉള്ളതുകൊണ്ട്. അത് ത്രെഡ്. എങ്ങനെ ഞാൻ ആലോചിച്ചു കിട്ടി. എന്നാലും അതൊരു ബ്രില്യൻസ് തന്നെ. ഏറ്റവും കൂടുതൽ ത്രെഡ് ഉള്ളത് അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് കേട്ടോ. അനു എന്താ അപ്പൊ ഏതാണ് പാട്ട്? ഏഴുണ്ടാടി അമ്പിളിച്ചത്. അതിങ്ങനെയല്ലേ? ഏനുണ്ടോടി അമ്പിളിച്ചെന്ന് ഏനുണ്ടോടി താമര. ട്രാക്ക് ഫോളിൽ നോക്കിയാ മനസ്സിലാവും. ഒറിജിനൽ ഏഴുണ്ടാടി അമ്പിളിച്ചന്തം. അങ്ങനെയാ പാടുന്നത്. അങ്ങനെയാണോ പാട്ട്? അങ്ങനെയാ. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെന്ന്. ഇത് MJ സാറിന്റെ പാട്ടല്ലേ? ആര് പാടി ഈ പാട്ട്? സിത്താര ചേച്ചി. ഇതാരാ എഴുതിയത്? കണ്ടിയൂർ ചന്ദ്രശേഖരൻ സാർ. സിനിമ ഏത് സിനിമ? അതും കൂടെ പറഞ്ഞു. സെല്ലുലോയിഡ്. Yes. വർഷം 2013. All the best. ഏനീതൊന്നും അറിഞ്ഞതില്ലേ പുന്നരപ്പൂങ്കുയിലേ. ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ
വെരി നൈസ്, സൂപ്പർ സൂപ്പർ. നല്ല പാട്ടായിരുന്നല്ലോ. എങ്ങനെയാ മീനുട്ടി ചേച്ചി ഇവിടെ ഞാൻ പ്രേത അറിയില്ലേ? ഞാനും പ്രേതവാ. സെയിം പിഞ്ച്. ഓക്കെ ഞാൻ റോബോട്ടും കൂടിയാ. ഓക്കെ. റോബോട്ട് എങ്ങനെ ആരാ? നടക്കുന്നത്? റോബർട്ടോ? റോബോട്ട്. ആ, റോബോട്ട്. റോബോട്ട് എങ്ങനെയാ നടക്കണേ? ആ അവിടെ ഇങ്ങനെയാണോ റോബോട്ട് നടക്കണേ? ഇപ്പോഴാണ് എല്ലാം കറക്റ്റ് കാണാൻ ആ പറ്റും. ശരിയാട്ടോ. എന്തിരന്റെ അടുത്തയാളാ ഞാൻ അടുത്ത് കാണാൻ വേണ്ടിട്ട് ബൈനോക്കുലർ എടുത്തോണ്ട് വന്നതാ. ഇതിലേ നോക്കി അടുത്ത് കാണാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ആ നോക്കിയോ, വാ. പാട്ട് കഴിഞ്ഞിട്ട് വിവിധ കലാപരിപാടികളിലേക്ക് നീങ്ങുക. ഇതിലേ നോക്കിയാ മീനുട്ടിനെ കണ്ടോ നോക്കിയാ. ഹെമോൺ ഇല്ല, മീനുട്ടിനെ കണ്ടോ നോക്കണേ. വലുതായി കാണുന്നുണ്ടോ നോക്കണേ. ഈ ചേച്ചിയുടെ കാണുന്നില്ല, പക്ഷേ ബാക്കിലുള്ള സ്ഥലം ആ മീനുട്ടി ചേച്ചി എന്തോ സുഖമായി ചെറുതായിട്ട് കാണുന്നുണ്ട്. ചെറുതായി കാണുന്നുണ്ട്. ചെറുതായിട്ട് കാണുന്നുണ്ട്. ആ എംജെ അങ്കിള് അടുത്തിരിക്കുന്നുണ്ട്. എടുത്തിരിക്കണ എന്താണോ? ആ ഇത് വന്നിരിക്കുന്നേ ഇപ്പൊ ഇത്ര അടുത്ത് ആര് കാണുന്നത്. പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ? ആയിരിക്കായിരുന്നു. അയ്യോ തിരിച്ചിട്ടിട്ടാ നോക്കേ. ഇപ്പൊ നോക്കേ. ഇപ്പൊ മീനുട്ടിനെ കാണുന്നുണ്ടോ? മീനുട്ടി ചേച്ചി ഉറുമ്പിനെ പോലെ ഇത്രേ ഉള്ളു. അപ്പൊ ഇപ്പഴാണ് തിരിച്ചു വെച്ചേക്കണേ. അതെ, അല്ല അല്ല, ഇത് കറക്റ്റാ. അതിന്റെ മുന്നിൽ കൈവച്ചാ ഒന്നും കാണില്ല. ആ നോക്കിയോ. സാധാരണ എല്ലാവർക്കും വലുതായിട്ടാണല്ലോ കാണുന്നേ. മീനുട്ടി ചേച്ചി ഉറുമ്പിനെ പോലെ ഇത്ര ഉള്ളൂ. ആര് ചേച്ചിനെ നോക്കിയാൽ ചേച്ചിനെ ഒന്നും കാണാൻ പറ്റില്ല. എന്നെ കാണാൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. ധനശ്രീ കുട്ടി എന്ത് രസത്തിലാ പാടിയേ. താങ്ക് യു. നല്ല രസമുണ്ട് പാട്ടൊക്കെ അതെ. അല്ലേ എം ജെ സാർ? അങ്കിളുടെ പുന്നാര പൂങ്കുലാരാ? അങ്കിളുടെ ചക്കരക്കുട്ടി ആരാ? എന്റെ മുന്നിൽ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നേ. എങ്ങനെ പറയുന്നേ? എങ്ങനെ? അതുകൊണ്ടല്ലേ അവളെ പുന്നാര കൊഞ്ചിക്കുന്നത്. പൂങ്കിലാരാത്? ആ പുന്നാര പൂങ്കുല. മധു അങ്കിൾ ഇപ്പൊ ഒരു മുട്ടായി അയച്ചു ഇവിടെ കവർ വെച്ചിട്ടുണ്ട്. ആ കവർ ആര്യ ചേച്ചിയുടെയാ? അല്ല എംജെ അങ്കിൾ മധു അങ്കിൾ ഇങ്ങോട്ട് നീക്കി ഇട്ടല്ലേ. അല്ല. മധുവങ്ങൾ അങ്ങനെയാ കുർത്തക്കേടൊക്കെ കാണിക്കും. ഇരിക്കുന്നോണ്ടേ ആര് ചേച്ചിനെ ഒന്നും പറയില്ല. അതെ അതെ. പാടി ശരിയായോ? ശരിയായോ? എത്ര ശരിയായി? പക്ഷേ വരി പോയി. വരി പോയോ? എവിടെ പോയി? ആ അനുപല്ലവിയിലാണോ വരി പോയത്? ആ അതിന് മുമ്പേ ചരണത്തിനുള്ള ലാസ്റ്റത്തെ വരി ഞാൻ വരി പാടി. മാറിപ്പോയി. അപ്പോഴാണ് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? അല്ലേ? അപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായി. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ സൂപ്പർ. സൂപ്പർ 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 സൂപ്പർ. ബാക്കിയെല്ലാം സൂപ്പർ ആയിട്ട് പാടിയോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. ഉഗ്രനായിട്ട് പാടി. ഉഗ്രൻ സൂപ്പറായിട്ട് പാടി. മധു അങ്കിളിന് വേണ്ടി ഞാൻ ഒരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതേത് പാട്ടാ? അമ്മേ അമ്മേ. ആണോ? ഓ ഒന്ന് പാടിയ രണ്ടിലെ. ചെറിയ പാട്ടൊന്നുമല്ല. അമ്മേ അമ്മേ കണ്ണിൽ തെയ്യാം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടിത്തളര് ആഹാ. മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറിച്ചൊരിയ് ആഹാ. ചടുന നടന മുടു ചുടന നടുവിലിടി പടഹാവിരയുമാറ് ആ കനലിൽ ഒരുകിയൊരു മധുര രുതിരമാട്. യെസ്. അമ്മേ അമ്മേ അമ്മേ. ആഹാ. അത് തന്നെ. ഇതും എനിക്ക് വയ്യേട്ടാ. ഇത് മധുവങ്കള് മാത്രല്ലോ, എം ജി അങ്കളുടെ പാട്ടാ ഇത്. ഞങ്ങള് മ്യൂസിക് ചെയ്തല്ലേ. അതെ. ആ മധു അങ്കിളല്ലേ പാടിയത്. അതെ. അപ്പൊ ഇന്നത്തെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാടിയത് നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ പാടുന്ന കേൾക്കാൻ അല്ലെങ്കിൽ നല്ല എന്റെ cute ആയിരുന്നു. മുഖം ബോഡി മൊത്തം ക്യൂട്ടാ. അതേപോലെ സോഫ്റ്റുവാ. ആ സോഫ്റ്റ് എവിടെ എവിടെ നോക്കട്ടെ നോക്കട്ടെ soft. തൊട്ട് നോക്കട്ടെ. ആ ശരിയാ. ആ ശരിയാട്ടോ, സോഫ്റ്റ് ആണ്. സോഫ്റ്റും ക്യൂട്ടും ബോഡി മൊത്തം. ആര് ചേച്ചി എന്താ കുട്ടിയുടെ പാട്ടിനെ പറ്റി പറയാനുള്ളത്? ആര് ചേച്ചി ഇങ്ങനെ സോഫ്റ്റ് ബോഡി നോക്കിയിരുന്നു. അതെ, ഞാനിങ്ങനെ ഹായ് നല്ല സുഖം കെട്ടിപ്പിടിക്കാൻ. എന്ത് രസമായിട്ടാ പാടുന്നേ. മിടുക്കി. ജലദോഷം പിടിച്ചിട്ട് ഇങ്ങനെ പാടുക പറഞ്ഞ സംഭവമാണ്. അതെ 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 അതെ. മിടുക്കിയാണ് നമ്മുടെ. ചോദിക്കട്ടെ വാ. ആ. നല്ല കൊലുസിട്ടുണ്ടല്ലോ. അതെ. ചിലും ചിലുമെന്ന് കേൾക്കുന്നുണ്ട്. ചിലും, ചിലും, ചിലും. ഒയ്യോ, അത് വേണ്ട, അത് വേണ്ട. കാല് പൊക്കി. പൈസ ഒന്ന് വാങ്ങി. പത്മനാഭസ്വാമി എന്റെ അടുത്ത് പറഞ്ഞെന്താണ്, പാട്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. ആ അപ്പൊ അത് സന്തോഷല്ലേ? ചായ കുടിച്ചിട്ട് വച്ചല്ലേ. ചായ കുടിച്ചിട്ട് വച്ചല്ലേ. ഗ്ലാസോ? ഗ്ലാസോ? ആ ഓ, അതെ. അതിന്റെ ഇടയ്ക്ക് ഇതെങ്ങനെ പത്മനാഭസ്വാമിയുടെ ഇടയ്ക്ക്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൊന്നെടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് വരാം. 2026 ഏറ്റവും നല്ല തീരുമാനം.
ഒരട്ടങ്ങനെ ഒരു മുട്ടായി മഴ. എന്തോ 5 സ്റ്റാർ 5 സ്റ്റാർ. ഓക്കെ, എനിക്ക് തോന്നി 10 വരെ എണ്ണേ. മധുവങ്ങളുടെ ഏതാ? ഡയറി മിൽക്ക് ആരുടെ ആരുടെ 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ് ഗേൾ. ഓ, ഇവിടെ നല്ല വലുത് നോക്കി തന്നെ. അടുത്ത തവണ കാണാം. ബൈ ബൈ. ടാറ്റാ ചേച്ചി. ആര്യ ചേച്ചി, ഓ ഏത് റൗണ്ട് ആയിരിക്കും? സെലിബ്രേഷൻ, ഓഫ് കോഴ്സ് സെലിബ്രേഷൻ. ആരായിരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത്? ലെറ്റ്സ് എൻജോയ് വിത്ത് വിഭ്രാന്തി ഗേൾസ്. യെസ്, അതിലൊരു അംഗം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ വിഭ്രാന്തി ഗേൾസിന്റെ പെർഫോമൻസ് അല്ല നമ്മൾ കാണാൻ പോകുന്നത്, എസ്തർ കുട്ടിയുടെ പെർഫോമൻസ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ. നാടൻ പെൺകുട്ടിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അത് നാടൻ പാട്ടായോണ്ട് നാടൻ പാട്ട്. അത് ഏത് നാടൻ പാട്ടാ? കള്ളൻ ചക്ക ഇട്ടു. ഓ അത് ശരി, കള്ളൻ ചക്ക ഇട്ടു. കള്ളൻ ചക്ക ഇട്ടു. ഓക്കെ. ദാസേട്ടനും ചിത്രമ്മയും പാടിയ പാട്ട്, അതെ. രവീന്ദ്ര മാഷിന്റെ സംഗീതം. ആ. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. സിനിമ തച്ചിലെടുത്ത ചുണ്ടൻ, ഇയർ 1999, സിംഗർ ചിത്രമ്മ ആൻഡ് യേശുദാസ് അങ്കിൾ, ലിറിക്സ് ബിച്ചു തെൽമൽ സാർ. ഓക്കെ. ഈ സിനിമയുടെ ഡയറക്ടർ ഷാജുൻ കാര്യാലാണ്. എന്റെ രണ്ടാമത്തെ സിനിമ അദ്ദേഹത്തിൻ്റെതായിരുന്നു, രജപുത്രൻ എന്ന് പറഞ്ഞിട്ട്. അതിലൊരു പാട്ടുണ്ടല്ലോ, ഹലോ ഹലോ മിസ്റ്റർ റോമിയോ മാസ്റ്റർ വെരി വെരി റൊമാൻറ്റിക് സ്റ്റാർ, കസലിടാം കച്ചേരി ഗസൽ പാടണം തപല ദിനം ദിനം. ഒരു പാട്ട് ആ കാലത്ത്. അതന്ന് അഭിനയിച്ചത് വിക്രമാണ്. വിക്രം 95 കാര്യമാണ് പറയുന്നത്. അതെ അതെ അതെ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് വയസ്സായല്ലോ ഇങ്ങനെ ഒരു ചിന്ത. സത്യ വർഷങ്ങൾ പോകുന്നുണ്ടല്ലോ, കുട്ടഞ്ഞേട്ടൻ വയസ്സാവുന്നില്ല. വർഷങ്ങൾ 1995 അല്ലേ? ഞാനപ്പൊ ജനിച്ചിട്ടില്ലെന്ന്. നന്നായി. ഇതിലെ കടുവായെ കിടവ് പിടിക്കുന്നേ എന്നുള്ള നല്ലൊരു പാട്ടുണ്ട്. കടുവായെ കിടുവ പിടിക്കുന്നേ, മരയോന്തിനെ ചായമടിക്കുന്നേ, അങ്ങനൊരു പാട്ടുണ്ട്. അപ്പൊ നമുക്കെന്നാ ഈ പാട്ടൊന്ന് കേട്ടാലോ? യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ്, സൂപ്പർ. എനിക്ക് തോന്നുന്നത് എസ്തർ കുട്ടിയുടെ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 ഈ ജേണി ഉണ്ടല്ലോ, അതില് ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ പാട്ട്. ആരും കണ്ട മിണ്ടണ്ട പയ്യെ പയ്യെ കൊണ്ട തിന്നോട്ടേ. ഞാനും അത് പറയാനാണ് വന്നത്. കോൺഫിഡൻസ്. നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയും കോൺഫിഡൻസ് പേഴ്സോണിഫൈഡ് എന്നൊക്കെ പറയും ചില ആൾക്കാരെ പറ്റി. അതുപോലെ ഒരു കോൺഫിഡൻസ് ഇന്ന് കാണാൻ പറ്റി. ഇതുവരെ ഇല്ലാത്തൊരു കോൺഫിഡൻസ് കാണാൻ പറ്റി. ഒരു പ്രത്യേകതരം ഒരു കോൺഫിഡൻസ്. പ്രത്യേകതരം അതെ, കോൺഫിഡൻസ് വേണം തീർച്ചയായിട്ടും. അത് അഹങ്കാരമല്ല, അത് അഹം ബോധമാണ്. നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ആദ്യം ചാടിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അയ്യോ ശ്വാസം ബുദ്ധിമുട്ടാവോ. ഞാനും വിചാരിച്ചു ഒരു ചാട്ടമായിരുന്നു. അത് കുറച്ച് റിസ്കി ആണേ, പക്ഷെ അത് മാനേജ് ചെയ്തു. അതെ, കുഴപ്പമില്ലാതെ മാനേജ് ചെയ്തു. അപ്പൊ ആ റിസ്കിനൊക്കെ മറികടന്നു. ആര്? എസ്തർ കുട്ടി. ഈ പയ്യെ പയ്യെന്ന് പാടിയില്ലേ, അതിന്റെ 2-3 വേരിയേഷൻസ് ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു അത്? പയ്യെ പയ്യെ കൊണ്ട തിന്നോട്ടേ, പയ്യെ പയ്യെ കൊണ്ട തിന്നോട്ടേ, പയ്യെ പയ്യെ കൊണ്ട തിന്നോട്ടേ. അത് രസമുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അതാണ്. ഏറ്റവും അവസാനം ഇപ്പൊ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പോയി അല്ലേ. അതാണ് ഇപ്പൊ പാടാൻ പറ്റത്. സാധാരണ എല്ലാരും പാടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടെൻഷനൊക്കെ മാറിയിട്ട്. മാത്രമല്ല ഇതിന്റെ ഇടയിൽ കോറിയോഗ്രഫി അല്ലേ, അതാരാണ്? അമ്മയാണോ? സ്വന്തം ഒറ്റയ്ക്കാണോ? കോറിയോഗ്രഫി ആണോ? താങ്ക് യു. എസ്തർ കുട്ടി ചെയ്താണോ? ആണോ? ആണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് നന്നായിരുന്നല്ലേ? അത് നന്നായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇടയ്ക്ക് ഒരു ഭരതനാട്യം ഒക്കെ കൊണ്ടായിരുന്നു ഇങ്ങനെ. അത് തിരുവാതിര അല്ലേ? തിരുവാതിര ഉണ്ടായിരുന്നു, ഭരതനാട്യം ഉണ്ടായിരുന്നു, അതിനുമുമ്പേ സ്വന്തം കൊറിയോഗ്രഫി ഉണ്ടായിരുന്നു, ഫോക്ക് ഉണ്ടായിരുന്നു. ഫോക്ക് ഉണ്ടായിരുന്നു. അത് ഉഗ്രനായിരുന്നേ. താങ്ക് യു. മാത്രമല്ല അത് കറക്റ്റ് ആയിട്ട് അടുക്കും ചിട്ടയോടും കൂടി അത് പ്രസന്റ് ചെയ്തു. ആ പ്രസന്റേഷൻ ഒരു കൈ കൊടുത്തേ പറ്റൂ. താങ്ക് യു. ആദ്യത്തെ ചാട്ടം എങ്ങനെയായിരുന്നു? ഇത് കഴിഞ്ഞാൽ ശ്വാസം മുട്ടും കേട്ടോ. പിന്നെ എസ്തറിന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ അത് കട്ട് ത്രൂ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ. അത്തരം ഒരു വോയിസ് എസ്തറിന്റെ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഞാൻ കമ്പാരിറ്റീവായിട്ട് സംസാരിക്കുകയല്ല, പക്ഷെ അത് അങ്കിളിന് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. മൈറ്റ് ബി റെക്കോർഡിങ്ങിനൊക്കെ, വോക്കൽ റെക്കോർഡിങ്ങിനൊക്കെ മോളുടെ വോയിസ് വളരെ നന്നായിരിക്കും കാണുകയാണ് ഞാൻ. ഫോർ ദ ഫ്യൂച്ചർ ഐ ആം ടെല്ലിങ്. അപ്പോൾ ഇതിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, എത്രയോ ബെറ്റർമെന്റ് വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ആകമൊത്തം ടോട്ടൽ എല്ലാം മനസ്സിലായല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. അങ്ങനെ ഗംഭീരമായിട്ട് പോട്ടെ. വേറെ ഒന്നും തന്നെ പറയാനില്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എനിക്കും ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ MJ പറഞ്ഞില്ലേ റെക്കോർഡിങ്ങിന് നല്ലൊരു വോയിസ് ആണെന്ന്. ഇന്നത്തെ പാട്ട് കേട്ടപ്പോൾ സത്യത്തിൽ ആദ്യത്തെ പല്ലവി കഴിഞ്ഞപ്പോൾ ഞാനും ഇത് മനസ്സിൽ ചിന്തിച്ചായിരുന്നു. ഒരു യുണീക്കായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ വോയിസ്, സിംഗിങ് സ്റ്റൈൽ, ഇതൊക്കെ എസ്തർ കുട്ടിക്കുണ്ട്. അത് ഈ പല്ലവിയും ചരണങ്ങളും തമ്മിലുള്ള ആ ഒരു സിംഗിങ് സ്റ്റൈലിലുള്ള വ്യത്യാസം. അതെ അതെ അതെ, രവീന്ദ്ര മാസ്റ്ററുടെ അത് കൊണ്ടുവന്ന് ആ ഒരു ഡിഫറെന്റ് ഒരു ചിട്ടയുണ്ടല്ലോ. അതെ അതെ അതെ, അത് ആ സിസ്റ്റത്തിലോട്ട് വളരെ ഈസി ആയിട്ട് എഫർട്ട്ലെസ് ഈസിൽ പോകുന്നുണ്ട്. രണ്ടിലും വോയിസ് നന്നായിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട്. അതെ, കറക്റ്റ് ആണ്. അതെ, ഈ പാട്ടും പിന്നെ ഈ പാട്ടിനും ഒരു പ്രത്യേക അട്രാക്ഷൻ ഉള്ള ഒരു പാട്ടാണ്, ഒരു പ്രത്യേക രസമാണ് ഈ പാട്ട്. ഇന്ന് ഭംഗിയായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ എഴുന്നേറ്റ് തന്നത്. അത്രയും ഇന്ന് എനിക്ക് തോന്നുന്നത് ഇതുവരെ എസ്തർ കുട്ടി പാടിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ, എന്നാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. എസ്തർ കുട്ടി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഈ പാട്ട്. നല്ല സെലിബ്രേറ്റ് ചെയ്ത്, നല്ല കൊറിയോഗ്രാഫി ചെയ്ത്, നല്ല രസത്തിൽ പ്രസന്റ് ചെയ്തിട്ട് പാടി. എനിക്കും പറയാനുള്ളത് യുവർ ബെസ്റ്റ് പെർഫോമൻസ്, വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. നല്ല അടിപൊളിയായിട്ട് പാടി, നല്ല പ്രസന്റേഷൻ, നല്ല കോൺഫിഡൻസ്, നല്ല കൊറിയോഗ്രാഫി, നല്ല അടിപൊളി സെലിബ്രേഷൻ. ഇനി എന്ത് വേണം? ഇനി എന്തെങ്കിലും വേണോ? വേണ്ടേ? അപ്പൊ വീട്ടിൽ പോക്കോ, മാർക്കും ഇല്ല. മാർക്കിന് വരാൻ ഞാൻ അങ്ങോട്ട് വരാം. മാർക്ക് വേണോ ഞാൻ അങ്ങോട്ട് വരണോ? രണ്ടും.
ഞാനേ ആ. ആ ഭരതനാട്യം ഒന്ന് ശിഷ്യപ്പെടാൻ വേണ്ടി വന്നു. അതെനിക്ക് തോന്നി, ഞാൻ അപ്പോഴേ ചോദിച്ചു. അതെങ്ങനെയായിരുന്നു? അതാണ് എം ജെ സർ മുണ്ടൊക്കെ ഡാൻസ് കൊടുത്ത്. കളിക്കരുത്. നോ, എനിക്കൊരു പടയാളിയെ നഷ്ടപ്പെടാൻ എം ജെ അങ്കിൾ നല്ല മുണ്ടാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഭരതനാട്യം കളിക്കാമെന്ന് വിചാരിച്ചത്. അഭിമാനമുണ്ട്. ഇതിന്റെ അനേകം പ്രത്യേകതകളുള്ള മുണ്ടാണ്. അതെ അതെ അതെ. പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ കഷ്ടമുണ്ട്. കഷ്ടമുണ്ട്. പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുണ്ട്. അതെ, ക്യാപ്ഷനുകൾ വാരി വിതറുന്നു. അത് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. അടുത്തത് ഇത് കഴിഞ്ഞിട്ട് ആ അത് ശരിയാണ്. ഈ ബോട്ട് റോയിങ്ങിന് നമ്മൾ എത്ര മാർക്ക് കൊടുക്കണം? എല്ലാം കൂടി ചേർത്തൊരു മാർക്കം കൊടുത്തോ? ബോട്ട് റൈഡിംഗ്, ഭരതനാട്യം, തിരുവാതിരക്കളി, കൊറിയോഗ്രാഫി, കോൺഫിഡൻസ്, Choreography, സെലിബ്രേഷൻ, confidence, പ്രസന്റേഷൻ. celebration. അതെല്ലാം അതെ, കൂടി എല്ലാം കൂടി. ക്യാപ്റ്റൻ അല്ലേ? യെസ്, കൊടുത്തേക്ക്. So it is going to be 100 on 100 for Esther today. ഓരത്തങ്ങനെ ഒരു മുട്ടായി മഴ. കള്ളൻ ചക്കിട്ടു ആരും കണ്ടാ മിണ്ടണ്ട പയ്യെ പയ്യെ കൊണ്ട പിന്നോട്ട് തീവെട്ടിച്ചുണ്ടൻ മേലെ നീലക്കായലേ ആളത്തണ്ടും വീശിപ്പായുമ്പം നമ്മുടെ ഈ എപ്പിസോഡില് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ എസ്തർ കുട്ടിയും കൂടിയാണ്. ഓക്കെ, 100 കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലതേ. വലുതേക്കണം. അതെ, ഇപ്പൊ സാധനം തരും. റിലീവായിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ചാമ്പർ. കള്ളൻ ചക്കിട്ടു എസ്തർ കുട്ടി ഹാപ്പി അല്ലേ? ഞങ്ങളും ഹാപ്പിയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എം ജെ അങ്കിളുടെ കൂടെ പൊക്കോ. എം ജെ അങ്കിൾ താങ്ക് യു. തീവെട്ടിച്ചുണ്ടൻ മേലെ നീലക്കായലേ താളത്തണ്ടും വീശിപ്പായുമ്പം. അപ്പൊ ഇന്നത്തെ പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരും നമ്മുടെ ടോപ്പ് ബാൻഡും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് കാണും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ ഇതിലും മനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.